നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പല സ്ഥലത്തും ഞാൻ അവളെ അന്വേഷിച്ചു. ആ സമയം എനിക്ക് അബ്രോഡ് പോകാൻ വിസ ശരിയായി വന്നു. അതിന്റെ സ്വപ്നമായിരുന്നു. എന്റെ സഹായം കൂടാതെ ജീവിക്കാന്ന് കരുതിയല്ലേ ലച്ചു പോയത്. അവൾക്കതിന് കഴിയുമെന്നുള്ള വിശ്വാസത്തില് ഞാൻ കാനഡയിലേക്ക് ഫ്ലൈറ്റ് കയറി. വലിയ പാമ്പിനെ പിടിച്ച ദിനശങ്ങൾ മാളത്തിൽ വെച്ചിരിക്കുന്നത്. ഇവൻ അമ്മൂന് തലവേദനയാവും. അല്ല, മോന്റെ പേരെന്താ പറഞ്ഞേ? സഞ്ജയ്. എന്റെ മോന്റെ പേരും അതാ. എന്താ ആന്റിയുടെ പേര്? ശ്രീദേവി. അതെന്റെ മുത്തശ്ശിയുടെ പേരാ. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. ഇതാണോ ആന്റിയുടെ മോൻ? അതെ. ഹലോ. ഇഷ്ടമായില്ല അല്ലേ? സ്വാതി എന്നല്ലേ പേര്? അതെ. മുറപ്പെണ്ണും മുറച്ചെറുക്കനും ലവ് ആണല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുറച്ചൊക്കെ എനിക്കറിയാം. ദൈവമേ, ഇവൻ കുളമാക്കാതിരുന്നാ മതിയായിരുന്നു. അമ്മ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എന്റെ ആന്റി ഒന്ന് മയത്തിൽ ചോദിക്കേ. പെട്ടെന്നൊരാള് കേറി ഇങ്ങ് വന്നാലേ വിശ്വസിക്കാൻ കുറച്ച് പാടാ. അമ്മ വന്നിട്ടേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ. ആരുമില്ലാത്ത പെണ്ണാന്നറിഞ്ഞ് തരികിടയ്ക്ക് വന്നതാണെങ്കി നീ വന്നതുപോലെ പോവില്ലേ? എന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച അങ്ങളുടെ വൈഫാണല്ലേ? മനസ്സിലായി. എന്റെ ആന്റി വന്നാ പോവാനും എനിക്കറിയാം. അതെന്റെ ശീലമായി പോയി. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. ഭീഷണി എനിക്ക് പണ്ടേ ഡൈജസ്റ്റ് ആവില്ല. എടാ, തനി സ്വഭാവം പുറത്തിറക്കലട മഹാഭാവി. ശ്രീകുട്ടി, വാ റൂമിലേക്ക് പോവാം. അമ്മ ചെല്ല്. അമ്മ വന്നിട്ട് ഞാൻ റൂമിലേക്കുള്ളൂ. എന്താന്ന് വെച്ചാ ചെയ്. ഒരാന്റി പിണങ്ങിപ്പോയി. നിന്റെ ID പ്രൂഫ് എനിക്ക് കാണണം. ഈ ആന്റി CBIയിലാണോ? കാഴ്ചയിലും അതിന്റെ ഒരു ഗെറ്റപ്പ് ഉണ്ട്. പക്ഷേ എന്റെ ID ആന്റി കണ്ടതുപോലെ തന്നെ. ഹലോ, നീ കയറി വന്നിരിക്കുന്ന സ്ഥലം വേറെയാ. എനിക്കെല്ലാ സ്ഥലവും ഒരുപോലെ. ഇവൻ നല്ല ഒന്നാന്തരം കൂട്ട തന്നെയാ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനിവിടെ നിൽക്കാൻ പാടില്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് നിൽക്കാം. ലച്ചുവിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. എനിക്ക് അവൾക്കൊരു ജോലി ആവശ്യമാണെന്ന് പറഞ്ഞാ അത് ഏർപ്പാടാക്കി കൊടുക്കണ്ടേ? അല്ലാതെ കൂട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല ഞാൻ. എനിക്കതിന് കഴിയുകയില്ല. അമ്മ ഇവിടെ ഉള്ള കാര്യം സഞ്ജയ് എങ്ങനെ അറിഞ്ഞു? ചെറിയൊരു ആക്സിഡന്റ് പറ്റി എനിക്ക് 3-4 ദിവസം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സിസ്റ്ററാ ലച്ചുവിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും തന്നത്. എന്താ സിസ്റ്ററിന്റെ പേര്? സുരഭി. അതേറ്റു, ഇവൻ നല്ല പെർഫോമർ തന്നെ. നാട്ടിൽ വന്നപ്പോ ലച്ചുവിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പേര് ലച്ചു സുരഭി സിസ്റ്ററിനോട് പറഞ്ഞിരുന്നു. എന്നെ അമ്പലിപ്പിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്ന് ലച്ചുവിനെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചത്. സത്യത്തിൽ ഞാൻ ഷോക്കായി പോയി. പിന്നെ കഥകളൊക്കെ ആ സിസ്റ്റർ പറഞ്ഞു. രാജു, നീ അവന് കുടിക്കാൻ ചായ എടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട ആന്റി. അത് പറ്റില്ല മോനെ. അമ്മ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നീ ചെല്ല്. മോനിരിക്കേ. ഇരിക്കുന്നേ. അവളിവിടത്തെ സെർവന്റ് ആണല്ലേ? ഈ ലച്ചുവിന്റെ ഭർത്താവിന്റെ പേര് സഞ്ജയ് എന്നാണോ മെമ്പർ പറഞ്ഞത്? അതിലെന്താ സംശയം? അത് തന്നെയാ അവന്റെ പേര്. ഞാൻ മെമ്പറുടെ ഫോണിലേക്ക് ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി ലച്ചുവിന്റെ ഭർത്താവാണോ എന്ന് പറയണം. അതിനെന്താ? പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇത്തിരി കുറവാ.
ഫോട്ടോ ഡൗൺലോഡ് ആയാ പറയാം. എന്നാ ഞാൻ അല്പം കഴിഞ്ഞ് വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗൗരി പറഞ്ഞതിൽ സത്യമുണ്ടോന്ന് എനിക്കും അറിയണമല്ലോ. കഴിക്കും മോനെ. കഴിക്കൂ. ലച്ചുവിനെ കാണുന്നില്ലല്ലോ. അവളെന്താ എത്രയും വൈകുന്നേ? ഇനി ക്ഷേത്രത്തിൽ വല്ല പണി അവള് ചെയ്യുന്നുണ്ടോ? ക്ഷേത്രത്തിൽ അവൾ എന്ത് പണി ചെയ്യാനാ? അല്ല, ഈ മാലകെട്ടലും അവിടത്തെ വിളക്കും പാത്രങ്ങളൊക്കെ കഴുകി തുടക്കലും അങ്ങനെ പല പണികളുണ്ടല്ലോ. കഴകപ്പണിക്കൊക്കെ അവിടെ ആളുകളുണ്ട്. ഓ, അവള് പൂജ ചെയ്യാൻ പോയതാ മോനെ. ആ, നിന്നെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലായടാ ഡ്യൂപ്ലിക്കേറ്റ്. നീ ചിരിച്ച് സന്തോഷിക്ക. നിന്റെ വേഷം കെട്ടൽ ഉടനെ പൊളിഞ്ഞു വീഴാൻ പോവാ. നീ മാത്രമല്ല, നിന്നെ കൊണ്ടുവന്നവരെയും ഞാൻ കൊടുക്കും. അമ്മു ഇത്രയും വൈകേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ നടയടിച്ച് കാണുമല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയാലോ? അവള് പോയ ക്ഷേത്രം ഏതാന്ന് പറഞ്ഞാ മതി. അത് വേണ്ട. നീ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നതല്ലേ. ഇനി അവള് വന്ന് നീ പറഞ്ഞതാണോ സത്യമെന്ന് അറിഞ്ഞിട്ട് പോയാ മതി. അവിടെയും തീരില്ല എന്നത് വേറെ കാര്യം. അല്ല, എന്നാ പിന്നെ അവള് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ല, എന്നാലും രാവിലെ ക്ഷേത്രത്തിൽ പോയ പെൺകുട്ടിയെ ഇതുവരെയും കാണാതിരുന്നാൽ ഒന്ന് അന്വേഷിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ? താലി കെട്ടിയ നിനക്കില്ലാത്ത കടമയൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട. അതവൾക്ക് എന്റെ ഹെൽപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് പോയതല്ലേ. ഇനിയിപ്പോഴേ ഇവിടെ നിക്കണ്ടെന്ന് വെച്ച് അവള് പോയതാണെങ്കിലോ പിന്നെ അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ബാധ്യതയില്ല. ശ്രീകുട്ടി അനിയത്തിയാണെന്നൊക്കെ പറയുമെങ്കിലും സത്യം അതല്ലെന്ന് അവൾക്കറിയാലോ. എളിമ സത്യം പറയണം. ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോ അങ്ങനെ വല്ല സംസാരം ഇവിടെ ഉണ്ടായോ? നീ എന്നെ പഴിചാരാനൊന്നും വരണ്ട ശ്രീകുട്ടി. ഞാൻ ആ പെൺകുട്ടിയെ ഇന്നത്തെ ദിവസം കണ്ടിട്ടേ ഇല്ല. അങ്ങനൊരു സംസാരം ഇവിടെ ഉണ്ടായിട്ടില്ല മോളെ. അതെ കവിതേ, നീ വെറുതെ ഓരോന്ന് പറയല്ലേ. അമ്മുവിന്റെ ഭർത്താവാ വന്നിരിക്കുന്നേ. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവൻ വരുന്നതറിഞ്ഞ് അവള് മാറി നിന്നതാണെങ്കിലോ? സഞ്ജയ് വരുന്ന വിവരം അമ്മു എങ്ങനെ അറിയാനാ? അത് പിന്നെ അറിയിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.